പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം ആമേൻ 3-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മുടെ വാഹനങ്ങളെ, നമ്മളായിരുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് കൈകളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ നന്ദിയോടെ സ്തോത്രം. നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവൻ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വരിക്കുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പം അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ആമേൻ. താങ്ക് യു ലോർഡ്. ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 92-ാം സങ്കീർത്തനത്തിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും ആമേൻ വർണ്ണിക്കുന്നതും നല്ലത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കിത് വർണ്ണിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ സ്പെഷ്യൽ ഫേവറിൻ്റെ ദൈവിക പ്രീതിയുടെ മാസം പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ ആ പ്രത്യേക ഫേവറിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകട്ടെ. അവർ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കട്ടെ. അവർ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ദൈവിക പ്രീതിയിൽ ജീവിപ്പാൻ സഹായിക്കണം. ഹല്ലേലൂയ. ആ ദൈവിക ഫേവർ അവർക്ക് ചെല്ലുന്നിടത്തെല്ലാം അഡ്വാൻറ്റേജസ് കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ ഫേവർ ഇവരെ ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ ഫേവർ ഇവരെ സംരക്ഷിക്കട്ടെ. ഇവരെ രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ, രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക, രോഗാത്മാവ് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. വെരിക്കോസ് ഭാരപ്പെടുന്നവർ, അതിൻ്റെ ആ വെയിനുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവിക വിടുതൽ ഉണ്ടാകണം. ജോലിസ്ഥലത്ത് ദൈവിക കൃപ വ്യാപരിക്കണം. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെ വിടുവിക്കണം. കുഞ്ഞുങ്ങൾക്കിടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അത്ഭുതകരമായ വഴികൾ തുറന്നു കൊടുക്കണം. മാത്രമല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്ന, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ഫേവർ ഉണ്ടാകട്ടെ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അഭിഷക്ത ദാസിദാസന്മാരുമേ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. ആമേൻ. പുതിയ പുതിയ അഭിഷക്തന്മാർ ലോകവ്യാപകമായി എഴുന്നേറ്റ് വരട്ടെ. പ്രത്യേകിച്ച് നാളത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. ഇന്നലെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സ്പെഷ്യൽ ഫേവറിൻ്റെ, ഈ പ്രത്യേക ദൈവിക പ്രീതിയുടെ ഈ മാസത്തിൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവറിനാൽ കർത്താവ് നിങ്ങളെ ചുറ്റി ആമേൻ നിർത്തിയിരിക്കുന്നതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവ് വന്നില്ല എങ്കിൽ നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് എല്ലാവരെയും ഓർത്ത് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായല്ലോ. അപ്പം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി ആമേൻ ജീവിക്കുക. എഫേസ്യ ലേഖനം 5:18 ആണ് വായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, വീഞ്ഞു കുടിച്ചു മത്തനാകുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മദ്യപിച്ചു മത്തനായി തീർന്നു കഴിഞ്ഞാൽ അതിനാൽ ദുർനടപ്പുണ്ടാകും, അതിനാൽ ദോഷങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, പരാജയങ്ങൾ വരും, ഹേമങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിൽ മത്തരായി ജീവിക്കുവാനാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരുവൻ ആത്മാവിൽ നയിക്കപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവിൽ നിറഞ്ഞവനായി, ആത്മാവിൽ കൺട്രോൾഡായി, ആത്മാവിൽ സ്റ്റിമുലേറ്റഡായി ജീവിക്കുന്നുവെങ്കിൽ ആ ദൈവിക ഫേവർ അവനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ എവിടെ പോയാലും കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത്, ആമേൻ, നമ്മൾ നമ്മുടെ ഇമോഷൻസിൽ മൂവ് ചെയ്യാൻ പാടില്ല. ലോകപരമായ ആമേൻ ഐഡിയയിൽ നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ വേണം നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മളെ എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമോ? യെസ്, നമ്മുടെ സകല കാര്യത്തിലും പരിശുദ്ധാത്മാവ് ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയല്ല, നമ്മളെ സകല വഴികളിലും ആത്മാവ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണം വരെ ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുവിനെ നടന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4:1 പറഞ്ഞു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം തുടക്കം മുതൽ, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ തൻ്റെ ലീഡർ, തന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ആത്മാവ് നയിക്കുന്ന അനുഭവങ്ങൾ, ആത്മാവിൻ്റെ ലീഡർഷിപ്പിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ആ ആത്മാവിൻ്റെ ലീഡർഷിപ്പിൽ പോവുകയും ചെയ്യുമ്പോൾ ഒരിക്കലും പരാജയങ്ങൾ വരത്തില്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ആത്മാവിൻ്റെ ലീഡർഷിപ്പിൽ പോകണം. സ്വയബുദ്ധിയിൽ ഊന്നരുത്. നമ്മുടെ ബുദ്ധി, നമുക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, ലോകപരമായി ഭയങ്കര ബുദ്ധി കാണും. ആ ബുദ്ധിയിൽ ചെയ്യുന്നു. ചിലപ്പോൾ എല്ലാം ഇതുവരെയൊക്കെ ജയത്തിലാകാൻ പോകുന്നത്, ഇനിയും പരാജയത്തിൻ്റെ സീസണുകൾ വരും. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കരുത്. ലോകബുദ്ധി ഉപയോഗിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് ആത്മാവിൽ നിറഞ്ഞ് ആത്മശക്തിയെ പ്രാപിച്ച് ആത്മാവിൻ്റെ നിയോഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായാലും, കുഞ്ഞുങ്ങളുടെ വിവാഹമായാലും, കുഞ്ഞുങ്ങളുടെ മറ്റെന്ത് തന്നെ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യം, സകലതും ആത്മാവിൻ്റെ നിയോഗത്തിൽ ചെയ്യുക. കണ്ണിൽ കാണുന്നത് പോലെ അങ്ങ് വിധിക്കരുത്. കണ്ണിൽ കാണുന്നത് പോലെ അങ്ങ് തീരുമാനമെടുക്കരുത്. മനസ്സിൽ തോന്നുന്നത് പോലെ അങ്ങ് തീരുമാനമെടുക്കരുത്. ആത്മാവിൽ നിയോഗിക്കപ്പെട്ട് ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആമേൻ, സ്തോത്രം, അവിടെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ശമരിയ പട്ടണത്തിൽ വലിയൊരു ഉണർവ് കണ്ടതിന് ശേഷം ഫിലിപ്പോസ് നിൽക്കുമ്പോൾ ആ വഴിക്കൂടെ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ, സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയുടെ തേര് പോവുകയും, അപ്പം ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, 8:29 ഫിലിപ്പോസിനോട് പറയുക, നീ അത്തേരിനോട് ചേർന്ന് നടക്കുക. ആമേൻ. അപ്പം ആത്മാവ് ഫിലിപ്പോസിനെ ആ എത്യോപ്യൻ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ വാഹനത്തോട് ചേർന്ന് നടക്കുവാൻ ലീഡ് ചെയ്യുന്നു. ആ ലീഡിൽ, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിൽ ഫിലിപ്പോസ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ തേരിനകത്ത് കയറിയിരുന്ന് ഫിലിപ്പോസ് ആ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററിനോട് സുവിശേഷം പറയുകയും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുകയും എത്യോപ്യയിലേക്ക് സുവിശേഷം ചെല്ലുകയും ചെയ്യുവാൻ ഇടവന്നു. ഇന്ന് പ്രഭാതത്തിലും ഇതുപോലുള്ള നിയോഗങ്ങളിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത, ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ജയകരമായി പ്രവർത്തിക്കുവാൻ കഴിയും. അവിടെ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകും. എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ തേരിനകത്തേക്ക് കയറുവാൻ വാതിൽ തുറന്നു കൊടുക്കുക. ഇദ്ദേഹം പോയി ചോദിക്കേണ്ട വരുന്നില്ല, കയറിയിരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഇതുപോലുള്ള അസാധാരണമായ നിയോഗങ്ങളും ഇതുപോലുള്ള അസാധാരണമായ ദൈവിക ഇടപെടലുകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ
ആത്മാവിൻ്റെ നിയോഗത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. ഹോളി സ്പിരിറ്റിൻ്റെ ലീഡർഷിപ്പിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാൻ. ഇന്ന് പൽക്കാലം അങ്ങനെ ചെയ്യുവാൻ ഈ ശബ്ദങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും ആത്മാവ് നയിക്കട്ടെ. അതിനെന്ത് വേണം? ആത്മാവിൽ ജാഗരിക്കണം, ആത്മാവിൽ നിറയണം, എപ്പോഴും ആത്മാവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ബുദ്ധിയെ എടുത്ത് മാറ്റി വെക്കണം. രാവിലെ ബുദ്ധിയെടുത്ത് നമ്മുടെ പുറത്തോട്ടെടുത്ത് വെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയിൽ ജീവിപ്പാൻ. നമ്മുടെ ബുദ്ധിയിൽ പറയും അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അത് വേണം, ഇത് വേണം. ശരിയായിരിക്കാം, ഇതുവരെ വിജയത്തിലായിരിക്കാം പോയത്, പക്ഷെ തുടർമാനമായി വിജയം വരുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ നിയോഗത്തിൽ സകല കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ട്രെയിൻ ചെയ്യുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഫേവറിനാൽ നിങ്ങൾ സറൗണ്ടഡ് ആയിട്ട് നിൽക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.